OTT ചാകര. അടുത്ത OTT ചാകര വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി അഭിനയിച്ച ഈ അടുത്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് മിണ്ടിയും പറഞ്ഞു. ആ സിനിമ ഇപ്പോ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു 1.25 മണിക്കൂറിന്റെ സിനിമയാണ്. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ഇമോഷൻസും മിസ്സിങ്ങും ഇതൊക്കെ പറഞ്ഞു പോണ ഒരു കൊച്ചു പടം. എന്നാ ഇത് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കൊക്കെ കണക്ട് ആവുമായിരിക്കും. പേഴ്സണലി എനിക്കൊന്നും കണക്ട് ആയിട്ടില്ല. എനിക്കൊരു സീരിയൽ പോലെയാണ് തോന്നിയത്. വേണ്ടവര് കണ്ടു നോക്കാം. പാൻ ഇന്ത്യൻ സ്റ്റാർ, പാൻ ഇന്ത്യൻ അപരാധം, രാജാ സാബ്, പ്രഭാസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രഭാസ് അപ്പോസ്ട്രോഫിയസ് ദ രാജാ സാബ് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ. 3 മണിക്കൂറിന്റെ സിനിമയാണ്. വേണ്ടവര് കണ്ടു നോക്കാം. വൻ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ള പടം. മാളവിക മോഹൻ ഉണ്ട്, നിധി അഗർവാൾ ഉണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട്, പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസ് ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. വേണ്ടവര് കണ്ടു നോക്കുക. നമ്മുടെ ജനനായകനെ ക്ലാഷ് വെച്ചിട്ട് ഈസി ആയിട്ട് തൂക്കാം. ബോക്സ് ഓഫീസ് പറഞ്ഞ് വന്ന സുധാ കൊങ്കര, ശിവകാർത്തികേയൻ, രവിമോഹൻ, അഥർവ പടം പരാശക്തി C5ലും ഇപ്പൊ സ്ട്രീം ചെയ്യുന്നുണ്ട്. 100 കോടി അടിച്ചു എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. എനിക്കറിയില്ല. ദിസ് ഇസ് എ ബോക്സ് ഓഫീസ് ഫെയിലിയർ. അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ് ഇതൊരു ബോക്സ് ഓഫീസ് ഫെയിലിയർ ആണ്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. വേണ്ടവര് കണ്ടു നോക്കുക. സിനിമ C5ല് അവൈലബിൾ ആണ്. തുപ്പാക്കി പുടിങ്ക ശിവ പറഞ്ഞ അണ്ണന്റെ മണ്ടേക്കിട്ട് കൊട്ടിയ പടമാണ്. വേണ്ടവര് കണ്ടു നോക്കാം. C5ല് അവൈലബിൾ ആണ്. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളൊരു മിസ്റ്ററി ത്രില്ലർ ആണ് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഇത് തിയേറ്ററിൽ അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയ പടമാണ്. നമ്മുടെ മാത്യു തോമസ്, വാഴ മീനാക്ഷി, മെറിൻ ഫിലിപ്പ് ഒക്കെ അഭിനയിച്ച പടം. സിനിമ ഇപ്പോ OTTയിൽ വന്നിട്ടുണ്ട്. C5ലാണ് ഇതും സ്ട്രീം ചെയ്യുന്നത്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടതാണ്. എനിക്കൊന്നും അത്യാവശ്യം വർക്ക് ആയില്ല. എനിക്കൊക്കെ ഇത് തട്ടിക്കൂട്ട് സാധനം പോലെയാണ് തോന്നിയത്. നമ്മൾ ഈ മിത്തോളജിക്കൽ എലമെന്റ്സ് ഉള്ള മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് മംഗൾവാരം പോലത്തെ സാധനമാണ്. അതൊക്കെ കിടു ത്രില്ലടിപ്പിക്കുന്ന സാധനമായപ്പോ ഇത് ടുവേർഡ്സ് എൻഡ് മാത്യൂസിന് ഓൺ വിജയ് മോഡായിട്ട് 2-3 ഫൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആൻഡ് ഇത് റൊമാൻസും കോമഡി ഒക്കെ അവിഞ്ഞ സാധനങ്ങളാണ്. വേണ്ടവര് കണ്ടു നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്ടീവ്സ് ആണ്. ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. ട്രൈ ഇറ്റ് ഔട്ട്. തെലുങ്കിൽ നിന്ന് ഒരു റോം കോം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാമിങ് സ്റ്റാർ ശർവാനന്ദ്, അതേപോലെ തന്നെ നമ്മുടെ മലയാളിയായ സംയുക്ത മേനൻ എന്നില്ല കേട്ടോ, മേനോൻ ആ കൊച്ചുപെട്ടി, വെറും സംയുക്ത ഒക്കെ അഭിനയിച്ച നാരി നാരി നടുമ മുരാരി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതൊരു റോം കോം കം 2 ലവ് സ്റ്റോറീസ് ആണ്. ഫൺ പടമാണ്. ഫൺ പറഞ്ഞാൽ സൂപ്പർ ഫൺ ആണ്. വലിയ ഇമോഷണൽ കണക്ഷനും പരിപാടിയൊന്നും പ്രതീക്ഷിക്കരുത്. ലോജിക്കും തേങ്ങയും മാങ്ങയും നോക്കാതെ ചുമ്മാ ഒരു 2 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ചിരിക്കാനൊക്കെ ഉള്ള ഒരു സിനിമ. ഇത് ഷർവയൊക്കെ നൈസ് ആയിരുന്നു. ഈ സിനിമയിൽ ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സംയുക്ത ചേച്ചിയാണ്. മെഴുക് പ്രതിമ പറഞ്ഞ പ്യുവർ മെഴുക് പ്രതിമ. ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. ഇതേപോലെ ഷർവയുടെ ഒരു കിടു പടം ഉണ്ട്, മനമേ പറഞ്ഞിട്ട്. ആ സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഷർവ അതേപോലെ കൃതി ഷെട്ടിയൊക്കെ അഭിനയിച്ച സിനിമയാണ്. വേണ്ടവര് അതും കണ്ടു നോക്കുക.